ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മാറ്റമില്ലാത്ത തിരുവഴുത്തുകളുമായി ആയിരിക്കാൻ സ്വർഗം തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മാറ്റമില്ലാത്ത തിരുവഴുത്താണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിന്റെ തിരുവഴുത്തിന് മാറ്റം വരത്തില്ല. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടുകൂടെ തിരുവഴുത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി ഞാൻ വായിക്കുന്നത് സങ്കീർത്തനം 118 അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവഴുത്താണ്. ഞാൻ വായിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിനകത്ത് ബന്ധങ്ങളുണ്ട്, ആശ്രയങ്ങളുണ്ട്, സമ്പത്തുണ്ട്, കഴിവുകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇതൊക്കെയും ആശ്രയിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലെല്ലാം, പല സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിലേക്ക് വരുമ്പോൾ ഇവയിലെല്ലാം ആശ്രയിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ തിരുവഴുത്ത് എന്ത് പറയുന്നു? വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, വചനം എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 അധ്യായങ്ങളുള്ള സ്വർഗം തന്നിരിക്കുന്ന പഴയതെന്നും പുതിയതെന്നും 2 നിയമങ്ങളിലൂടെ നമ്മളുടെ മുൻപിലേക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്ത്. ആ തിരുവെഴുത്തിനകത്ത് ഒറ്റ നടുവിലത്തെ വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. സങ്കീർത്തനം 118 8-ാമത്തെ വാക്യം. ആ വാക്യം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, എന്റെ ആശ്രയം ആരിലാണ്? യഹോവയിലാണോ? മനുഷ്യനിൽ ആശ്രയിച്ചാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ വരും? നമുക്കൊന്ന് ചിന്തിക്കാം, അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. മനുഷ്യന്റെ ആശ്രയത്തിന് ഒത്തിരി പരിമിതികളുണ്ട്, അല്ലെ? ഒന്നാമതായി, മനുഷ്യൻ പരിമിതനാണ്. എന്തിനൊക്കെ പരിമിതനാണ്? അവൻ അറിവിൽ പരിമിതനാണ്, ശക്തിയിൽ പരിമിതനാണ്, അവൻ സമയത്തിൽ പരിമിതനാണ്. 3 കാര്യങ്ങളിൽ മനുഷ്യൻ പരിമിതനാണ്. എന്തൊക്കെയാണ്? 1, അറിവിൽ അവൻ പരിമിതനാണ്. 2, ശക്തിയിൽ അവൻ പരിമിതനാണ്. 3, സമയത്തിൽ അവൻ പരിമിതനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മനുഷ്യനെ സംബന്ധിച്ച് അവൻ മാറിപ്പോകുന്നവനാണ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ വാഗ്ദാനങ്ങളും മാറും. മനസ്സിലാവുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായ സാഹചര്യങ്ങൾ മാറിയും മറഞ്ഞും ഇരിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, മനുഷ്യൻ പലപ്പോഴും പല വാഗ്ദാനങ്ങളും നമുക്ക് തന്നിട്ടില്ലേ? നമ്മുടെ ചാർച്ചക്കാരാവാം, ബന്ധുക്കളാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം. നിരവധിയായ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുമുണ്ട്. പക്ഷെ സമയത്തോടടുക്കുമ്പോൾ എന്നെ സഹായിക്കുമെന്ന് കരുതിയവർ, എന്നോട് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ, എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തികളൊക്കെ മാറിപ്പോകുന്ന പല സാഹചര്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അതിനെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ച്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും മാറിപ്പോകുന്നവനാണ്. സാഹചര്യങ്ങൾക്കൊത്ത് മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. ഇരിമയാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ശ്രദ്ധിച്ചേ, ഇരിമയാ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണത്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കെ, മനുഷ്യൻ മാറിപ്പോകും. ആ മനുഷ്യനിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് സ്വർഗം പറയുന്നു, അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ആരെ ആണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്? ആരിലായിരിക്കണം നമ്മുടെ ആശ്രയം? വേദപുസ്തകം വളരെ മനോഹരമായി നമ്മളോട് സംസാരിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. എന്താണ് യഹോവയിൽ ആശ്രയിച്ചാലുള്ള ശ്രേഷ്ഠത? എന്തൊക്കെയാണ് യഹോവയിൽ ആശ്രയിച്ചാലുള്ള ശ്രേഷ്ഠ? ഒന്നാമതായിട്ട് വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നു,
ദൈവം മാറാത്തവനാണ്. യേശു മാറാത്തവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പോൾ മാറാത്ത ഒരു ദൈവമാണ് യഹോവയായ ദൈവം. വേദപുസ്തകം വീണ്ടും പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 43 അധ്യായത്തിന്റെ 10 വാക്യം തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷവും ഉണ്ടാകുന്നില്ല. പ്രിയ ദൈവ പൈതലെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ദൈവം പറയുകയാണ്, എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷവും ഉണ്ടാകുകയില്ല. ഇതുപോലെ പറഞ്ഞ ഒരു ദൈവം യാഹല്ലാതെ, യഹോവയല്ലാതെ, യേശുവല്ലാതെ മറ്റാരാണ് ഉള്ളത്? ദൈവങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിക്കാം. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. സദൃശ്യവാക്യങ്ങൾ അതുകൊണ്ടാണ് നമ്മളോട് വിളിച്ചു പറയുന്ന 3 അധ്യായത്തിന്റെ 5 വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്, ഊന്നരുത്. വളരെ വ്യക്തമായി സദൃശ്യവാക്യങ്ങൾ നമ്മളോട് ശലോമോൻ എഴുതി വെച്ചിരിക്കുന്ന സദൃശ്യവാക്യങ്ങളിലൂടെ ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്, ഊന്നരുത്. പ്രൈസ് ദി ലോർഡ്. ഈ 118 സങ്കീർത്തനത്തിൽ 8 വാക്യം നമ്മോടുള്ള ബന്ധത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ, നിങ്ങളോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, നമ്മുടെ കലുഷിതമായ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ജനനവും മരണവും എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾക്ക് നടുവിലൂടെയുള്ള നമ്മുടെ ജീവിത യാത്രയുടെ ആ യാത്രയിൽ ഉടനീളം പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധന്മാർ, വിശുദ്ധികൾ, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ പലവിധ പ്രതിസന്ധികളിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഈ വചനം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കി, മാനുഷികമായ സഹായം വൈകിപ്പോകും. പലപ്പോഴും പല വ്യക്തികളും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വരും, നമ്മുടെ കൂടെ നടക്കും. പക്ഷെ സമയമാകുമ്പോൾ ഈ സഹായമൊക്കെ വൈകിപ്പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, വളരെ ശക്തിയോടുകൂടെ ഞാൻ പറയാം, ദൈവസഹായം ഒരിക്കലും വൈകില്ല, അത് തെറ്റില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നാം സേവിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണെങ്കിൽ, അവൻ മാറ്റമില്ലാത്ത ദൈവമാണെങ്കിൽ, ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, അവന്റെ സഹായം വൈകില്ല, അത് തെറ്റില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അവന്റെ സഹായം ഒരിക്കലും വൈകത്തില്ല ദൈവമക്കളെ. അവന്റെ സഹായം ഒരിക്കലും തെറ്റത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ലോൺ അടക്കാനുണ്ട് എന്ന് വിചാരിക്കുക. ആ ലോൺ അടക്കുവാനുള്ള ഡേറ്റ് ബാങ്കുകാർ നമുക്ക് തന്നു എന്ന് വിചാരിക്കുക. ഇന്ന ദിവസം ഇന്ന സമയം ആ ലോൺ അടക്കണം എന്ന് നമ്മൾ കരുതുകയാണ്. ആ ലോൺ അടക്കാനുള്ള ദിവസം വരെയും നമുക്ക് ആദിയാണ്, വ്യാകുലമാണ്, നിരാശയാണ്. ആ ലോൺ അടക്കാനുള്ള ദിവസം നമ്മളെ തേടിയെത്തി. ആ സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ സമയമാകുമ്പോൾ എൻ്റെ ദൈവം പ്രവർത്തിച്ച എത്ര സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ട്. അതിനെ ഓർത്തുന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാവും. ഞാൻ നിരാശപ്പെട്ടിരുന്ന, നടക്കില്ല എന്ന് വിചാരിച്ച പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിൽ, പിന്നിട്ട വഴികളിൽ ദൈവം പ്രവർത്തിച്ചു എങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ മനുഷ്യ സഹായം വൈകിയാലും ദൈവസഹായം തെറ്റില്ല, ദൈവസഹായം വൈകില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. 2, പ്രശ്നങ്ങളിൽ സഹായിക്കുന്ന ദൈവം നമ്മുടെ തീരുമാനങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യാം. പലവിധമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് മനുഷ്യർ. നമ്മളെ സംബന്ധിച്ച് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്, ഒത്തിരി ചിന്തിക്കുന്നവരാണ്. മനുഷ്യന്റെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്നെ അവന്റെ ചിന്താശക്തിയാണ്, ഇച്ഛാശക്തിയാണ്. നോക്കി, പലവിധ തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. ആ തീരുമാനങ്ങളുടെയൊക്കെ അന്ത്യത്തിലെത്തുമ്പോൾ അതൊന്നും മനോഹരമല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളുടെ ദൈവം നമ്മളുടെ ഏതു തീരുമാനങ്ങളിലും മാർഗനിർദ്ദേശം തരുന്ന ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവം നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിൽ ആ വഴിയെ കൃത്യമായിട്ട് തെറ്റാണെന്ന് പറയുകയും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അതിൽ നിന്ന് മാറ്റുകയും കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക്, കറക്റ്റായിട്ടുള്ള വഴികളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി 3-ാമതായി, നമ്മുടെ തീരുമാനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകളുള്ളതാണ്. അനേകരും ഉത്കണ്ഠകളുണ്ട്. നാളെക്കുറിച്ച് എന്ത് ചെയ്യും, നാളെ ഞാൻ എങ്ങനെ ഉപജീവിക്കും, നാളെ എൻ്റെ ജോലിയുടെ സാഹചര്യങ്ങൾ എന്താവും, നാളെ എൻ്റെ മേഖലകളൊക്കെ എന്തായിത്തീരും, ഞാൻ നാളെ എവിടെ എത്തിച്ചേരും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്ന, ആകുലപ്പെടുന്ന, നിരാശപ്പെടുന്ന
സന്തോഷമില്ലാത്ത അവസ്ഥകളിലാണ് പലരുമായിരിക്കുന്നത്. സ്തോത്രം. ഈ വചനം നമ്മുടെ ഉള്ളിൽ എങ്ങനെ ക്രിയ ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ന് നോക്കിയൊന്ന് പറയാവോ? എൻ്റെ ജോലിയെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ കുടുംബത്തെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്തരാത്മാവിൽ ഹൃദയത്തിൽ നിന്നൊന്ന് പറയാമോ? എൻ്റെ സകല മേഖലകളും, എൻ്റെ ഭാവിയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജോലിയെ, എൻ്റെ ആരോഗ്യത്തെ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഞാൻ മുന്നേറുമെന്ന് ഹൃദയത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന, ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്ന ദൈവ പൈതലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മത്തായി സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 28 മുതൽ 31-ാമത്തെ വാക്യം വരെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം യാമത്തിൽ കടലിന് മീതെ നടന്നു വരുന്ന യേശുവിനെ നോക്കി ശിഷ്യന്മാർ അത് ഭൂതമാണെന്ന് പറയുകയും യേശു പറയുകയാണ്, അല്ല, ഭൂതമല്ല, ഞാനാണ്, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഞാനാണെന്ന് യേശു പ്രഖ്യാപിക്കുകയും അങ്ങനെ പത്രോസ് പറയുന്നു, അങ്ങാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വരുവാൻ അങ്ങ് കൽപ്പിക്കണമെന്നും ആ കൽപ്പന ദൈവം പുറപ്പെടുവിക്കുകയും പത്രോസ് നടക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ സംഭവം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പത്രോസ് നടക്കുമ്പോൾ ആ നടക്കുന്ന പത്രോസ് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ലാതെ താൻ നടക്കുന്നത് വെള്ളത്തിന് മീതെയാണെന്നുള്ള തോന്നൽ പോലും ഇല്ലാതെ വെള്ളം ഖരാവസ്ഥയായി മാറി കല്ലുപോലെയുള്ള പ്രതലത്തിലൂടെ നടന്നു പോകുന്ന അവസ്ഥ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ കാറ്റ് വന്നു, തിര ആഞ്ഞടിച്ചു. അപ്പോൾ പത്രോസിന്റെ നോട്ടം മാറി. നോട്ടം യേശുവിന്റെ മുഖത്തേക്കല്ല, കാറ്റിലേക്കും കടലിലേക്കും. ദൈവമക്കളെ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. എന്നാൽ കാറ്റിനെയും തിരമാലയിലേക്കും നോക്കുന്നതാണ് മനുഷ്യനുള്ള ആശ്രയം എന്ന് പറയുന്നത്. മനുഷ്യനിൽ ആശ്രയിച്ച പത്രോസ് താണു പോകുവാൻ ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ആശ്രയം മാറുമ്പോൾ അനുഭവം മാറുവാൻ ഇടയായിത്തീരും. നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ വിഷയത്തിന്റെ പേരിൽ നമ്മുടെ ആശ്രയം എവിടെയാണ്? ആശ്രയം മാറുമ്പോൾ നമ്മുടെ അനുഭവമാണ്. നമ്മൾ താണു പോകുന്ന അനുഭവത്തിലാണോ? ദൈവത്തിങ്കിലേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിൽ ശക്തിപ്പെടുക, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തിയവനുമായവനെ നോക്കുക. അവനെ നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ കരം പിടിക്കുവാൻ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാകും. നോക്കി, യേശുവിൽ നോട്ടം വെച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാകും. പത്രോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? യേശുവിനെ നോക്കി അവൻ നടന്നു. യേശുവിനെ നോക്കി നടന്നപ്പോൾ സംഭവിച്ചത് അസാധ്യമായ ഒരു കാര്യത്തെ പത്രോസിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ദൈവപൈതലെ, ദൈവദാസനെ, ഞാൻ നിന്നെ നോക്കി ഒരു ദൂത് പറയാം. നീ യേശുവിലേക്ക് നോക്കി നിന്റെ യാത്ര തുടരുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ അസാധ്യമാണ് എന്ന് തോന്നുന്ന ചിലതിനെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സാധ്യമാക്കി തരും. യഹോവയിലാണ് നിന്റെ ആശ്രയമെങ്കിൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. രണ്ടാമതായി, സാഹചര്യങ്ങളിലേക്കാണ് നീ നോക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങൾ നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ചു കളയും, നിന്റെ വിശ്വാസത്തെ തകർക്കുന്നതായിരിക്കും. പത്രോസ് സാഹചര്യങ്ങളിലേക്ക് നോക്കി, അവരുടെ വിശ്വാസം തകർന്നു പോയി. കല്ലുപോലെ, പാത പോലെ നടന്നിരുന്ന വെള്ളം ഇതാ അവനെ താഴ്ത്തിക്കളയുകയാണ്, അവനെ ആഴത്തിലേക്ക് വീഴ്ത്തിക്കളയുകയാണ്. അവരുടെ വിശ്വാസം തകർന്നു പോയി. എന്നാൽ അവിടെ പത്രോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ പ്രാർത്ഥന? ഇങ്ങനെയാണ്: കർത്താവേ, എന്നെ രക്ഷിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവപൈതലെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, താണു പോകുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിൽ, എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ ഒരു മെസ്സേജിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്റെ ആശ്രയം മനുഷ്യനിലല്ല, നിന്റെ ആശ്രയം ദൈവത്തിലേക്ക് മാറ്റുവാൻ. വേദപുസ്തകം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയ ഒരു ശക്തി പരിശുദ്ധാത്മാവ് ഈ വചനത്തോടുകൂടെ നിങ്ങൾക്ക് തരട്ടെ.
ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവൈതലെ, നമ്മൾ സഹായിക്കുമെന്ന് കരുതിയ, നമ്മൾ ആശ്രയം വെച്ചിരുന്ന മനുഷ്യരാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, മാതാപിതാക്കന്മാരാകട്ടെ, മക്കളാകട്ടെ, എല്ലാവരും വഴിമാറി പോകുമ്പോൾ അനന്യനായ ദൈവം, ഒരു നാളും മാറാത്ത യേശുക്രിസ്തു, ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവത്തിന്റെ സന്നിധി ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണ്. നമ്മൾ പ്രതീക്ഷയർപ്പിച്ച നമ്മുടെ മക്കൾ വഴിമാറിപ്പോയി. നമ്മുടെ മാതാപിതാക്കൾ സഹായിക്കുമെന്ന് കരുതിയ സ്ഥലത്ത് മാതാപിതാക്കൾ സഹായിക്കാതെ ഇരുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ കരം. എൻ്റെ ഭർത്താവ് എന്നെ കരുതുമെന്ന് ഞാൻ കരുതി, എൻ്റെ ഭാര്യ എന്നെ കരുതുമെന്ന് ഞാൻ കരുതി, എൻ്റെ മക്കൾ എന്നെ കരുതുമെന്ന് ഞാൻ കരുതി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ചേർത്തുകൊള്ളുമെന്ന് ഞാൻ കരുതി. ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവയെ നീ എന്നെ ചേർത്തുകൊള്ളും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാവോ? ഈ കർത്താവിന്റെ നല്ലവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ രാജാവ്, നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ വചനത്തിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നപ്പ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിപ്പാൻ ദൈവം സാവകാശം തന്നതിനായി നന്ദി പറയുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് എന്നുള്ള തിരുവഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശക്തിയിലും അവിടുത്തെ ആലോചനയിലും കർത്താവെ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ നോട്ടം മാറിപ്പോയപ്പോൾ പത്രോസ് താണു വീണു. എന്നാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞപ്പോൾ കർത്താവെ അവിടുത്തെ പൊൻകരം നീട്ടി അവനെ പിടിച്ചു. അവൻ ഇവിടെ താന്നുപോയോ അവിടെ ഉയർത്തിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയും ഇരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ധ്യാനിച്ച് എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് ഈ വചന ശുശ്രൂഷയിൽ ഭാഗമായ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരിലേക്ക് കർത്താവ് ദൈവാശ്രയ ബോധം കർത്താവെ ഉണർത്തുവാൻ ഈ വചനത്തെ അവിടെ അയച്ചതിനായി സ്തോത്രം ചെയ്യും. മറ്റാരെക്കാളും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചന സന്ദേശം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹ വിഷയമായി തീരണം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.